വളരെ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, കച്ചവടക്കാരനാണ് അദ്ദേഹം. ചെറിയ കച്ചവടം, വളരെ മിനി സ്റ്റോർ. അദ്ദേഹം ഇങ്ങനെ കൃത്യമായി ഇബാദത്തിലൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ആ മനുഷ്യൻ ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോ നിസ്കാരമൊക്കെ കഴിഞ്ഞ്, സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞ് കാമാലവിയും തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാന് വന്നത് എന്റെ മോള് വിവാഹപ്രായമായി, കെട്ടിക്കണം, പണമില്ല, എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ്. പണമില്ല, എന്ത് ചെയ്യും? നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, എന്റെ മോളെ കെട്ടിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെലവ് ഏറ്റെടുക്കണം. ഞാൻ വളരെ സാധു കുടുംബമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കണത്, റസൂലുള്ളാഹിന്റെ, എന്റെ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ബർക്കത്തുണ്ട്, ആരെങ്കിലും ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ പച്ച സാധുക്കളുടെ മഹബത്തുള്ള ആ പച്ച മനുഷ്യന്റെ മനസ്സ് കത്തിപ്പോയി. എന്താ അയാൾ റസൂലുള്ളാഹിന്റെ ബർക്കത്തുണ്ട് ഏറ്റെടുക്കാനല്ലേ പറഞ്ഞു? ഒന്നും ചിന്തിച്ചില്ല. അയാൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. ഈ പച്ച സാധു ഒരുപാട് ആ കടയിലെ മുഴുവൻ സാധനം വിറ്റോക്കുമ്പോ കിട്ടിയത്ര 500 ദിർഹം. ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി. 500 ദിർഹം ലാഭമല്ല, മൂലധന അടക്കം, ക്യാപിറ്റൽ അടക്കം വിറ്റിട്ട് 500 ദിർഹം ഇത് കൊടുത്തിട്ട് പറഞ്ഞ്, മോളെ കെട്ടിച്ചോളി, സുൽത്താന്റെ ബർക്കത്തുണ്ടല്ലേ ചോദിച്ചേക്കണത്, കെട്ടിച്ചോളി. ഈ പച്ച മനുഷ്യൻ വീട്ടിലെത്തി. രാത്രി ഉറങ്ങുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഏതാ സംഭാവന എന്റെ മോന്, എന്റെ പേരക്കുട്ടിക്കാണല്ലോ കൊടുത്തേക്കണതല്ലേ, കിട്ടിയിട്ടുണ്ട് കേട്ടോ സമ്മാനം. പകരം വേണ്ട മോനിക്ക്, ചെറുതുപോരല്ലോ വലുതന്നെ വേണ്ടേ? മോനൊരു കാര്യം ചെയ്യും, ബൽഖ് എന്ന നാടുണ്ട്, ആ നാട്ടിൽ 4 നാളുണ്ട്, അവര് തരും ഇതിന്റെ പകരം, മോൻ അവിടുന്ന് പോയി വാങ്ങിക്കോളി. ഏറ്റെടുത്തു. റൗളയിൽ നിന്ന് കിട്ടിയിട്ടിക്ക്. ഭാര്യയോട് രാവിലെ എണീച്ചിട്ട് ചോദിച്ചു, ബൽഖ് എന്ന നാട്ടിലേക്ക് പോകാൻ താങ്കൾ സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ കൊടുത്ത സ്വതക്ക് സ്വീകരിച്ചു എന്നാണ് പറയണത്. പച്ച സാധുക്കളെ മഹബത്തല്ലേ, സ്വീകരിക്കുമല്ലോ. അപ്പൊ ഭാര്യയുടെ ഒരു ആശങ്ക, ഓക്കെ മഹബത്തൊക്കെ ഓക്കെയാണ്, പിന്നെ ബൽഖ് എന്ന നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ എത്ര ദിവസം പിടിക്കും? നല്ല ദൂരമുള്ള പ്രദേശമല്ലേ, അത്രയും ദിവസം ഞാനും മക്കളും പട്ടിണിയിലാവണോ? എന്താ ചെയ്യാ എന്ന് വെച്ചു. അപ്പോഴാണ് ആ ആശങ്ക ആ പച്ച സാധുവും മനസ്സിൽ ചിന്തിച്ചത്, ഓ അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ, എന്ത് ചെയ്യും എന്നർത്ഥം. അയാള് അയൽവാസിയായ ഒരു മനുഷ്യനും, അയൽവാസി ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന ക്യാൻറ്റീൻ ജോലിക്കാരനാണ്. അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഒരു 2-3 ദിവസം എന്റെ വീട്ടുകാരുടെ ചെലവ് ഏറ്റെടുത്താൽ ഞാൻ അതൊക്കെ തിരിച്ച് വരുമ്പോൾ തരാം, നിങ്ങളൊന്ന് ഏറ്റെടുക്കോ എന്നിങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തുമ്പോ ഈ അയൽവാസി പറഞ്ഞ വാക്കെന്താ അറിയാം? എവിടെ പോവാ? അല്ല, ബൽഖ് എന്ന നാട്ടിൽ അത്യാവശ്യമായിട്ട് പോകണ്ട്. ഓ അതാണോ? അതെ, നിങ്ങൾ ഇന്നലെ എന്തോ കണ്ടോ? അതെ, എന്താണ്? വേണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങളെ